നമ്മുടെ ടോപ്പ് സ്കോറേഴ്സിന്റെ ജേണിയിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 1200 വാങ്ങി റേസിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മുത്ത് നമ്മുടെ തീർത്ഥയാണ്. ഹലോ. അപ്പോഴേ ഈ ഫുൾ മാർക്ക് കിട്ടിയപ്പോ എന്താ തോന്നി? ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ +1 ഫുള്ള് കിട്ടിയപ്പം തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തായാലും നമ്മളുള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു ഫുള്ള് കിട്ടണമെന്ന്. അപ്പം അത് നോക്കി പിന്നെ എക്സാംസ് എളുപ്പമായിരുന്നു. അപ്പം ഉണ്ടായിരുന്നില്ല ഫുള്ള് കിട്ടുന്ന അത് കിട്ടി. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ആ സന്തോഷം എങ്ങനെയാ നിലനിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു അച്ചീവ്മെന്റ് വേണ്ടിയിട്ട് തീർത്ഥയുടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? ഇത് റേസിന് ഒക്കെ പറഞ്ഞു തരുമല്ലോ, ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അവിടുത്തെ എക്സാംസിന് അങ്ങനെയാണ് ഞാൻ പഠിച്ചു പോയത്. അവിടെ എക്സാംസ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യും. ആ എക്സാമിന് പഠിക്കും. അങ്ങനെ പോകും. പിന്നെ ഓരോ മെയിൻ എക്സാംസിൻ്റെ മുന്നേ ഒരു സെറ്റ് ഓഫ് എക്സാംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ റിവൈസ് ചെയ്ത് ഇങ്ങനെ പോയി. അതൊക്കെ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റേസിലെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ ഇവിടെ എത്താൻ സാധിച്ചത് തന്നെ റേസ് കൊണ്ടാണല്ലോ. അപ്പം എൻ്റെ അച്ഛനാണ് എന്നെ ഇവിടെ ചേർത്തിയത്. അപ്പം ഞാൻ ഈ എൻട്രൻസ് അതിൻ്റെ കോമ്പറ്റീഷൻ അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം. അപ്പം എന്തായാലും എൻ്റെ ജേർണിയിൽ റേസ് പ്ലേഡ് ഇമ്പോർട്ടൻറ്റ് റോൾ. റേസിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത്? അതായത് ക്ലാസ്സസ് ആണോ, മെറ്റീരിയൽസ് ആണോ, ഏതാ കൂടുതൽ പ്രിഫർ ചെയ്തത് പഠിക്കാൻ ആവശ്യമായിട്ട്? ഒക്കെ നന്നായിരുന്നു. പിന്നെ അവിടുത്തെ ലൈബ്രറിയിൽ ഞാൻ കുറേ യൂസ് ചെയ്തിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് ആയാലും വളരെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വിദ്യാ മാം മിസ് എപ്പോഴും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ ഡൗട്ടുകൾ കുറേ ഉണ്ടാവുമല്ലോ. ഈ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അവിടുത്തെ? അതൊക്കെ അടിപൊളി. നമുക്ക് അവിടെ കനകശ്രീയിൽ വെച്ചിട്ട് ഡൗട്ട് ക്ലിയറൻസിനായിട്ട് ടൈമൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഡൗട്ടൊക്കെ ഇഷ്ടമുള്ള അത്രയും പൊട്ടത്തരങ്ങളായാലൊക്കെ ചോദിക്കാം. മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ. അപ്പോൾ +2 കഴിഞ്ഞ് നല്ല അടിപൊളി മാർക്കൊക്കെ വാങ്ങി. ഇനി എല്ലാവരും ചോദിക്കുന്ന പോലെ എന്താണ് അടുത്ത പ്ലാൻ? MBBS. എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഡോക്ടറാണ്. ആരെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടോ ആരെങ്കിലും? അല്ല, എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ആദ്യമേ ഉള്ള ആഗ്രഹമാണ് ഡോക്ടർ ആവണല്ലോ. ഓക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ നീറ്റ് എക്സാം എഴുതിയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്താലും എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സ്കോർ ചെയ്ത് ഞാൻ പ്രിഫർ ചെയ്യുന്ന കോളേജിലേക്ക് എത്താൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ഈ നീറ്റ് വേവ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് നീറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഫുൾ ആംബിയൻസും അവിടെ അവർ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന രീതിയും അതൊക്കെ ഫുൾ നീറ്റ് പോലെ തന്നെ കറക്റ്റ് ഒരു നീറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയി. അവിടെ പോയപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. അതിന് ഒരു പ്രാവശ്യം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ നീറ്റ് എക്സാം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പ്രോബ്ലം സെഷൻ അല്ലെങ്കിൽ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാനുള്ളതാണ്. അല്ല, ഈ പ്രോബ്ലം സെഷൻ ടഫായിരുന്നു. തീർച്ചയായും ടഫായിരുന്നു. അപ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു? അത് റേസിന്റെ മെറ്റീരിയലിൽ ബോർഡ് എക്സാമിന് വേണ്ട പ്രോബ്ലംസും ഉണ്ട്, എൻട്രൻസിന് വേണ്ടതുണ്ട്. അപ്പോൾ അത് ഇരുന്ന് കുറേ ചെയ്ത് പഠിച്ചു. അപ്പം അത് രണ്ടിനും ഹെൽപ്പ് ചെയ്തു. ബോർഡ്സിനെ ഹെൽപ്പ് ചെയ്തു, എൻട്രൻസിനെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ. അപ്പോൾ തീർത്ത 1200 ഒക്കെ വാങ്ങി നല്ല സ്കോർ നല്ല അടിപൊളിയാണ് നിൽക്കുക അല്ലേ? അപ്പോൾ തീർത്ത ജൂനിയേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടിപ്സ് എന്തൊക്കെയാണ് വാങ്ങാൻ? അത് മെയിനായിട്ട് ബോർഡ് എക്സാമിനാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് ചെയ്താൽ മതി. എക്സാമിനോട് അടുക്കുമ്പോൾ ഒക്കെ അത് എന്തെങ്കിലും ബുക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്സ് കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ റേസിന്റെ മെറ്റീരിയൽ തന്നെ കുറേയൊക്കെ പ്രീവിയസ് ഇയർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടിരുന്ന് ചെയ്യാം. അതന്നെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കുറേയൊക്കെ റെഡി. ബയോളജി എങ്ങനെയാണ് പഠിച്ചത്? ബയോളജി NCERT വായിക്കുക. NCERT കുറേ പ്രാവശ്യം ഇരുന്ന് വീണ്ടും ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും വായിക്കുക. എന്തെങ്കിലും ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണോ? ബയോളജിയിൽ ഞാൻ ടെക്സ്റ്റിന്റെ സൈഡിൽ തന്നെ ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. പിന്നെ ഫിസിക്സിൽ ഒരു നോട്ട് പാഡ് ഉണ്ട് എനിക്ക്, ഫോർമുലാസ് മാത്രമല്ല. മോളുടെ വിജയത്തെ പറ്റിയിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ മോൾക്ക് ഈ വിജയം നേടാൻ സഹായിച്ച റേസിനും. എങ്ങനെ വീട്ടിലെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതത് ദിവസത്തൊക്കെ അന്ന് തന്നെ പഠിച്ചു തീർക്കും. അങ്ങനെ ഡെയിലി പഠിക്കും. നല്ല ഹാർഡ് വർക്ക് ചെയ്യും. അതിന്റെ റിസൾട്ട് കിട്ടി. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ മോളുടെ ഹാർഡ് വർക്കിനുള്ള എല്ലാ റിസൾട്ടും കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും അച്ചീവ് ചെയ്യാൻ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും ആഗ്രഹം പോലെ തന്നെ നല്ലൊരു പ്രിഫർ ചെയ്യുന്ന നല്ല കോളേജിൽ തന്നെ MBBS അഡ്മിഷനൊക്കെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു.